ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഊർജ്ജമായ KSEBയുടെ ആപ്പാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ആപ്പ് നമുക്ക് കറക്റ്റായിട്ട് ലഭിച്ചിട്ടില്ലായിരുന്നു. അതിൽ അവരുടെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ പറഞ്ഞിട്ടുള്ളത്. പുതുതായി വന്നിട്ടുള്ള വേർഷനിൽ ബഗ് ഫിക്സ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്യൂച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായി ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. KSEB എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്പ് ലഭിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് KSEBയുടെ ആപ്പ്. ഇവിടെ യൂസർ ID അടിക്കാനുണ്ട്, പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് മുമ്പ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓൾറെഡി സൈനപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. നിങ്ങളിവിടെ ന്യൂ യൂസർ ആണെങ്കിൽ, അതായത് പുതിയ ആളാണ്, പുതിയതായിട്ടാണ് KSEBയുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആളെങ്കിൽ ഇവിടെ സൈനപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ബില്ലിൻ്റെ നമ്പർ ലാസ്റ്റ് 5 ഡിജിറ്റ് അടിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ പേഴ്സണൽ, പിന്നെ ആക്ടിവേഷൻ, അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ചെയ്യാൻ. സൈനപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നില്ല. പാസ്വേഡൊക്കെ അടിച്ച് ഒരു വട്ടം ലോഗിൻ ചെയ്യുന്ന സമയത്ത് റിമെമ്പർ മൈ ലോഗിൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റിങ് ഈ പാസ്വേഡ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അവിടെ വന്നുകൊണ്ടിരിക്കും, അവിടെ ഉണ്ടാവും. അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അടുത്ത തവണ നമ്മൾ ഈ പാസ്വേഡും യൂസർ ID ഒക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 2 വെരിഫിക്കേഷനാണ് വരുന്നത്. അതുപോലെ ഫോർഗെറ്റ് യൂസർ ID ആണ്. യൂസർ ആണെങ്കിൽ നമ്മൾ കൺസ്യൂമർ നമ്പർ അടിച്ച് ഇമെയിൽ ID അടിച്ചിട്ട് നമുക്ക് ഫോർഗെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ലോഗിൻ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബില്ല് പേ ചെയ്താൽ മാത്രം മതിയെങ്കിൽ ക്വിക്ക് പേ സെലക്ട് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ, കൺസ്യൂമർ നമ്പർ, ഇമെയിൽ ID ഇവ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ടു പേ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാതെ തന്നെ ബില്ല് പേ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ലോഗിൻ ചെയ്ത് നോക്കാം. ഫെയിലിയർ കാണിച്ച് ഇൻ്റർനെറ്റ് കട്ടായതായിരുന്നു. ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിനായിട്ട് ഈ ഒരു ഇൻ്റർഫേസിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് സർവീസസ് കാണാം, ഹിസ്റ്ററി, പ്രൊഫൈൽ, ഇത്രയും 3 കാര്യങ്ങൾ. നമുക്ക് സർവീസസ് ആദ്യം നോക്കുന്ന സമയത്ത് വ്യൂ ആൻഡ് പേ ബിൽസ് ഇതെടുത്ത് നോക്കാം. ഇവിടെ നമ്മുടെ ബിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇപ്പം പേ ചെയ്യണമെങ്കിൽ ഇവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എൻ്റെ വൈഫൈയും കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ബിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, ടോട്ടൽ പേയ്മെൻറ്റ് എമൗണ്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കൺസ്യൂമർ നമ്പർ, ബിൽ നമ്പർ, ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് നമുക്ക് പേയ്മെൻറ്റ് ഇവിടെ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, 3 ഓപ്ഷൻസിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാങ്കിങ് നമുക്കുണ്ട് ഇവിടെ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ആണ്, പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഹിസ്റ്ററിയിൽ പോവാണ്. ഹിസ്റ്ററിയിൽ പോകുന്ന ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതൊക്കെ 0 ആണ് കാണിക്കുന്നത്. അടുത്തത് ബിൽ ഹിസ്റ്ററി ആണ്. ബിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ബിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ബിൽ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, ബിൽ മന്ത്സ്, ബിൽ ടൈപ്പ്, ബിൽ എമൗണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ അവർ പറയുന്ന പ്രധാന ഫ്യൂച്ചറിൽ ഒന്നാണിത്. നമുക്ക് ഒരു വർഷത്തെ ബില്ല് വരെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റുന്നതാണ്.
പറയുന്ന PDF ഫയലായിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്യൂച്ചർ അടിപൊളി തന്നെയാണ്. കാരണം 12 മാസത്തെ ബില്ലൊക്കെ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കൂടാതെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ അത് അടിപൊളിയാണ്. നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ്. പേയ്മെൻറ്റ് ഹിസ്റ്ററി, ബിൽ ഹിസ്റ്ററിയെ പോലെ തന്നെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും നമുക്ക് ഒരു വർഷം വരെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. കൺസംഷൻ ഹിസ്റ്ററി ഗ്രേഡ് രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റീഡിംഗ് ഹിസ്റ്ററിയാണ് നോക്കുന്നത്. നോട്ട് കണക്ട് സെർവർ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതിൽ റീഡിംഗ് ഹിസ്റ്ററി നമുക്ക് 12 ഒരു വർഷത്തിലുള്ളത് വരെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലൊരു വൈകാതെ തന്നെ ഇതിലുള്ള അപ്ഡേഷൻ വരുന്നു നമുക്ക് കരുതാം. ഇതിൽ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് അത് എങ്ങനെയൊക്കെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. മീറ്റർ സ്റ്റാറ്റസ് ഷോർട്ടായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പ്രൊഫൈലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ കൺസ്യൂമർ പ്രൊഫൈലുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അലേർട്ട് ഉണ്ട്, യൂസർ പ്രൊഫൈല്, രജിസ്റ്റർ ആൻഡ് ഡീ രജിസ്റ്റർ. നമുക്ക് കൺസ്യൂമർ പ്രൊഫൈൽ നോക്കാം. ഓക്കെ, ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ഡെപ്പോസിറ്റ് നമുക്ക് എമൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. രൂപയാണ് ക്യാഷ് ബാക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സബ്സിഡി റേറ്റ് എത്രയാണ് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പെൻഡിങ് സർവീസസ്, പെൻഡിങ്ങിലുള്ള സർവീസസ് ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സർവീസിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ അലേർട്ട് നോക്കാം. ഇവിടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ബില്ലിൻ്റെയും ഔട്ടേജിൻ്റെയും അലേർട്ട് ലഭിക്കുന്നതാണ്. മെയിലായിട്ടും അതുപോലെ മെസ്സേജായിട്ടും ലഭിക്കുന്നതാണ്. 3 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ അവ ലഭിക്കുന്നതാണ്. യൂസർ പ്രൊഫൈലാണ് നോക്കുന്നത്. ഇവിടെ യൂസറിൻ്റെ ഡീറ്റെയിൽസാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുക തന്നെ വേണം. അത് സെക്യൂരിറ്റിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. പാസ്വേഡിനൊന്ന് സ്ട്രോങ് ആക്കുക എന്നൊക്കെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് രജിസ്ട്രേഷൻ ആൻഡ് ഡീ രജിസ്ട്രേഷൻ. ഇവിടെ നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള കൺസ്യൂമറെ റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുതുതായിട്ട് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. ഒരെണ്ണം മാത്രമല്ല, നമുക്കിവിടെ 30 കൺസ്യൂമേഴ്സിന് വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം ഒരുപാട് സ്ഥാപനങ്ങളും കടകളും ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരൊറ്റ ആപ്പിൽ നിന്ന് തന്നെ 30 കൺസ്യൂമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അതുപോലെ ബില്ല് പേ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഇതും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് സ്റ്റാർട്ടിംഗ് പേജിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കൂടി ഉണ്ട്. അതുകൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു എക്സിറ്റ് അടിക്കുന്ന ഇവിടെ പേജിൽ നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ഒരു കാര്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഫോർ എനി ഹെൽപ്പ്, ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആരും അധികം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണിത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയും നമുക്ക് ഇവിടെ ഹെൽപ്പിനായിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടോൾ ഫ്രീ നമ്പർ ആണെങ്കിൽ അതുണ്ട്, അല്ല ഇമെയിൽ ആയിട്ടാണ് ബന്ധപ്പെടുന്നെങ്കിൽ അങ്ങനെ ബന്ധപ്പെടാം. അല്ല നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാനാണെങ്കിൽ അവിടേക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇനി വാട്സപ്പ് വഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതെല്ലാം എമർജൻസി എന്തെങ്കിലും കേസസ് ഉണ്ടാകുന്ന സമയത്ത് അതിനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു നമ്പറും ഉണ്ട്. ഇവിടെ സഹായത്തിനായിട്ട് 5 ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.